മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും നമ്മുടെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനെക്കുറിച്ചുമെല്ലാം പൊതുവേദികളിലും ക്ഷേത്രങ്ങളിലും വിദ്യാലയങ്ങളിലും പല സംഘടനാ വേദികളിലും ഇതെല്ലാം കൂടാതെ യൂട്യൂബിലും നിരന്തരം പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും നൽകാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. വളരെ വേദനാജനകമായ കുറച്ച് അനുഭവങ്ങൾ അടുത്ത കാലത്ത് ദുബായിൽ പോയപ്പോഴും ഒമാനിലെ സുഹൃത്തുക്കളുമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴും സൗദി അറേബ്യയിലെ അനവധി സുഹൃത്തുക്കളെ ഇടയ്ക്ക് കാണുമ്പോഴും ബഹ്റൈനിലേക്കും സാംബിയയിലേക്കും അടുത്ത കാലത്ത് പോയപ്പോഴും നേരിട്ട് കാണാനും കേൾക്കാനും സാധിച്ച വേദനാജനകമായ കുറേ അനുഭവങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ മലയാളികൾക്ക് സംഭവിച്ച കുടുംബബന്ധ തകർച്ചയുടെ ഒരു ഭാഗമാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സാംബിയയിൽ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ആ വ്യക്തി സത്യം, ധർമ്മം, നീതി, ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുകയും ചിന്തിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടായിരുന്നു. തൻ്റെ അനുജന്മാർ നാട്ടിൽ വളരെയധികം വിഷമിക്കുന്നു, വേദനിക്കുന്നു എന്ന് കണ്ട് അനുജന്മാരെ സാംബിയയിലേക്ക് വരുത്തി അവിടെ ഒരു ബിസിനസ് യൂണിറ്റ് ഇട്ട് അതിൻ്റെ ഉത്തരവാദിത്വം അനുജന്മാരെ ഏൽപ്പിച്ച് അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ തൻ്റെ ബിസിനസ് നോക്കി. 1, 2, 3 വർഷം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അറിഞ്ഞത് സാംബിയയിൽ അനുജനെ ഏൽപ്പിച്ച ജോലി, ബിസിനസ് അസാധാരണമാം വിധം നഷ്ടത്തിൽ പോയി. കോടിക്കണക്കിന് രൂപ ജ്യേഷ്ഠനെ പറ്റിച്ച് അനുജൻ സാംബിയയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു. സ്വന്തം ബിസിനസ്സിൻ്റെ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നു ജ്യേഷ്ഠൻ്റെ ചെലവിൽ. സ്വന്തം അച്ഛൻ മക്കളെ എങ്ങനെയാണോ ദുഃഖത്തിൽ നിന്നും, വേദനയിൽ നിന്നും, നഷ്ടത്തിൽ നിന്നും, പരാജയത്തിൽ നിന്നും സംരക്ഷിക്കുന്നത്, അതേപോലെ ഒരു ജ്യേഷ്ഠൻ ചെയ്തതിന് പ്രതിഫലമായിട്ട് അനിയൻ ജ്യേഷ്ഠനെ കോടതി കയറ്റുകയും ജ്യേഷ്ഠൻ്റെ സ്വത്തിലെ 1/4 ഭാഗവും അനുജനുണ്ടാക്കിയ കടം വീട്ടാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരികയും ആ ജ്യേഷ്ഠൻ്റെ ചെലവിൽ അനുജൻ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്ത അനുഭവം കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം സാംബിയയിൽ വെച്ച് പറയുകയുണ്ടായി. ഇതിൻ്റെ മറ്റൊരു അനുഭവമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് ഒത്തിരി അധികം സപ്പോർട്ട് തന്നൊരു വ്യക്തി, ഇരിങ്ങാലക്കുടക്കാരൻ. അദ്ദേഹത്തിൻ്റെ 4 സഹോദരന്മാരെയും സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി വൻപിച്ച ബിസിനസ്സിൻ്റെ പാർട്ട്ണറാക്കി സൗദി അറേബ്യയിൽ ഓരോ തരത്തിലുള്ള ബിസിനസ്സുകൾ അവർക്ക് ഇട്ടുകൊടുത്ത് ആ 4 പേരും ചേർന്ന് തങ്ങളെ 700-800 കോടി റിയാലിൻ്റെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ലെവലിൽ അനിയന്മാരെത്തിയപ്പോൾ ജ്യേഷ്ഠനെ സൗദി അറേബ്യയിൽ കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കടക്കണിയിൽ ആക്കി ശരിക്കും നരകിപ്പിച്ച് കോടതി കേസുകളെല്ലാം ആക്കി
അനുജന്മാര് സൗദി അറേബ്യയിൽ വിലസുന്ന ആ അനുഭവം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചു. ഇത് തന്നെ ബഹ്റിനിൽ നിന്ന് പലരുടെ കാര്യത്തിലും കേൾക്കാൻ സാധിച്ചു. അനുജന്മാരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഭാര്യ സഹോദരന്മാര്, ഭാര്യ വീട്ടുകാര്, അല്ലെങ്കിലും അമ്മയുടെ സഹോദരി സഹോദരന്മാരുടെ മക്കള്, ഇങ്ങനെ വരുന്നവരെല്ലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ഒരു മഹത്തായ ദൗത്യം മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് പലരും തന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെയും തന്നേക്കാൾ കഴിവ് കുറഞ്ഞവരെയും അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള അറിവ് കുറഞ്ഞവരെയും ആ നാട്ടിലേക്ക് കൊണ്ടുപോയി പല വിധത്തിലും സഹായിച്ച് അവർക്ക് ബിസിനസ് യൂണിറ്റുകൾ ഇട്ടുകൊടുത്ത് അവർക്ക് വളരാനുള്ള എല്ലാ വിധത്തിലുള്ള ഗ്യാരണ്ടിയും നിന്ന് അവർക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും കൊടുത്ത് ഭാരതീയ പൈതൃകത്തിൻ്റെ സംസ്കൃത വാക്കിലൂടെയുള്ള വിവരണം നൽകിയാൽ ജ്യേഷ്ഠ ഭ്രാത പിതൃസമ, ജ്യേഷ്ഠ സഹോദരൻ അച്ഛന് തുല്യവും കനിഷ്ഠ ഭ്രാത പുത്രസമ, അനുജൻ മകന് തുല്യവുമാണ് എന്ന് പറയുക. അച്ഛന് തുല്യരായ പ്രായത്തിലും പക്വതയിലും അനുഭവത്തിലും ഉയർന്നു നിൽക്കുന്നവര് മക്കളെ പോലെയുള്ള വ്യത്യസ്ത ബന്ധുജനങ്ങളെ, കുടുംബാംഗങ്ങളെ വിദേശ രാജ്യത്ത് കൊണ്ടുപോയി വേണ്ടതിനേക്കാൾ എത്രയോ കൂടുതൽ ടെൻഷൻ എടുത്ത് അവരെ പല വിധത്തിലും സഹായിച്ച് നിയമപരവും സാമ്പത്തികവും മനഃശാസ്ത്രപരവും കുടുംബപരവുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിനുള്ള ബിസിനസ് യൂണിറ്റുകൾ ഇട്ടുകൊടുത്ത് ആ അനുജന്മാർ അല്പമൊന്ന് വളരുമ്പോൾ അവര് ജ്യേഷ്ഠനിൽ നിന്ന് മാറി സ്വന്തം കാലിൽ നിൽക്കുന്നത് അഭികാമ്യം തന്നെയാണ്, നല്ലതാണ്. പക്ഷെ ഓരോ നിമിഷവും തന്നെ വളർത്തിയ, ഉയർത്തിയ, ഉണർത്തിയ, സഹായം തന്ന ധന്യമായ ഒരു ജീവിതത്തിലേക്ക് കടത്തിവിട്ട ആ മനുഷ്യനെതിരെ കോടതി കേസുകളും ആ മനുഷ്യന്റെ സമ്പത്തിനെ മുഴുവനും ചോർത്തിക്കളയുന്ന വിധത്തിലുള്ള നീചമായ കടക്കണിയിൽപ്പെടുത്തലും തിന്മകളുടെ മൂർത്തിമത് ഭാവമായി മാറുന്ന അനുജന്മാരും ബന്ധുക്കളും ഏത് കൈയാണോ തനിക്ക് താങ്ങായും തണലായും നിന്നത്, ഏത് വ്യക്തിയാണോ തന്നെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായി സഹായിച്ചത്, ആ വ്യക്തിയെ ഒറ്റയ്ക്കോ മറ്റുള്ളവരുമായി ചേർന്നോ പറ്റിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന മഹാപരാധത്തിൻ്റെ കഥകൾ, അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാനും കാണാനും സാധിച്ചത് ഈ കേരളീയരായ സഹോദരന്മാര് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന രാജ്യങ്ങളിലുമാണ്. അതേസമയത്ത് അമേരിക്കയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ ഇപ്രകാരം സംഭവിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഒരുപക്ഷെ അവിടുത്തെ നിയമത്തിൻ്റെ പ്രത്യേകതയാവാം. ഇവിടത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ നിയമത്തിൻ്റെ പ്രത്യേകതയാവാം. ഈ ചതിക്കുന്നവർക്കും വഞ്ചിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ട് തന്നെ രക്ഷപ്പെടുത്തിയവനെ ചതിയിൽപ്പെടുത്തുക, വഞ്ചനയിൽപ്പെടുത്തുക എന്നുള്ളത്. പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മഹത്വം നിരന്തരം പറയാറുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നിരന്തരം പറയാറുണ്ട്. വളരെയധികം സ്ട്രെസ് ചെയ്യാതെ ഞാൻ പലപ്പോഴും രാമായണത്തിലെ ബാലി സുഗ്രീവന്മാരുടെ ആ സഹോദര ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട പാഠത്തെക്കുറിച്ച് പറയാറുണ്ട്. അനുജന്മാരും ജ്യേഷ്ഠന്മാരും തമ്മിൽ കലഹിച്ചിരുന്നാൽ പുറത്തുനിന്ന് വന്നവര് അതിൽ നിന്ന് മുതലെടുക്കുമെന്ന് സൂചിപ്പിക്കാറുണ്ട്. ജ്യേഷ്ഠനായ രാവണന്റെ തിന്മയുടെ കൂട്ടത്തിൽ നിന്ന് അനുജനായ കുംഭകർണന് സംഭവിച്ചത് എന്താണെന്ന് പറയാറുണ്ട്. ജ്യേഷ്ഠനായ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണന് എന്ത് നന്മകൾ ഉണ്ടായി എന്ന് പറയാറുണ്ട്.
ദശരഥന്റെ 4 മക്കളും സഹോദര ബന്ധം നിലനിർത്തിയതിൻ്റെ മഹത്വം എന്താണെന്ന് പറയാറുണ്ട്. മഹാഭാരതത്തിലെ ധർമ്മപുത്രര് ചൂത് കളിച്ച് അവനവനെയും അതുപോലെ കിരീടത്തെയും രാജ്യത്തെയും പണയപ്പെടുത്തുന്നതോടൊപ്പം അനുജന്മാരെയും പണയപ്പെടുത്തിയപ്പോൾ മിണ്ടാതിരുന്ന അനുജന്മാര് ചെയ്ത തെറ്റിൻ്റെ പരിണതഫലമാണ് പാണ്ഡവർ 13 വർഷം കാട്ടിലേക്ക് പോകേണ്ടി വന്നത് എന്ന് പറയാറുണ്ട്. ഇവിടെയെല്ലാം ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കലഹിക്കുമ്പോഴും അല്ലെങ്കിൽ അവര് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോഴും സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് കുടുംബ ബന്ധത്തിൽ സഹോദര ബന്ധത്തെക്കുറിച്ച് ഞാൻ വിവരിക്കാറുള്ളത്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന കേരളീയ സഹോദരന്മാരിൽ, കേരളീയ ബന്ധുക്കളിൽ കാണുന്ന ആ വേദനാജനകമായ, അത്ഭുതകരമായ എന്നല്ല പറയേണ്ടത്, വേദനാജനകമായ കാഴ്ച, ഒത്തിരി വ്യക്തികൾ തകർന്ന് തരിപ്പണമാകുന്നത് അവർ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഏത് രാജ്യത്തിലാണോ ഉള്ളത് ആ രാജ്യത്തിലെ ഭരണഘടനയോ നിയമാവലിയോ ബിസിനസ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റമോ കൊണ്ടല്ല ആ ബിസിനസ് സാമ്രാജ്യം അല്ലെങ്കിൽ ബിസിനസ് കെട്ടിപ്പടുത്ത വ്യക്തി നരകിക്കേണ്ടി വരുന്നത്. സ്വന്തം രക്തത്തിൽ പിറന്ന അനുജന്മാരുടെ ചതിയും വഞ്ചനയും, സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ ബന്ധുക്കളെ കൊണ്ടുവന്ന് അമ്മയുടെ സഹോദരന്മാരുടെ, അച്ഛൻ്റെ സഹോദരന്മാരുടെ ബന്ധുക്കളെ കൊണ്ടുവന്ന് തനിക്ക് ഒരു ബിസിനസ്സിലൂടെ ലഭിച്ച സൗഭാഗ്യം അവർക്കും ലഭിച്ചുകൊള്ളട്ടെ എന്ന് ചിന്തിച്ച വലിയ മനസ്സിൻ്റെ നന്മയുടെ ഉടമയ്ക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ചിലപ്പോൾ പലരോടും പറയണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അടുത്തുള്ള ശത്രു ആണ് അകലെയുള്ള ബന്ധുവിനേക്കാൾ നല്ലത് എന്ന് പണ്ട് മലയാളത്തിൽ ഒരു പഴമൊഴി ഉള്ളത്. ഇപ്പം ആരും അത് വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ആ നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അനുജനെയോ ജ്യേഷ്ഠനെയോ ബന്ധുക്കളെയോ വിദേശത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ സഹായിക്കാൻ എന്ന പേരിൽ ഏത് തരത്തിലുള്ള നന്മകൾ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. അറ്റാച്ച്മെന്റ്, ബന്ധം വളരെ നല്ലതാണ്. പക്ഷേ ബോണ്ടേജ്, ബന്ധനം ഒഴിവാക്കിയില്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമ്പോൾ, പിന്തിരിഞ്ഞ് നോക്കി കരയേണ്ടി വരുമ്പോൾ, താൻ ചതിയിൽപ്പെട്ടു തൻ്റെ തന്നെ രക്തബന്ധങ്ങളിൽ ജനിച്ചവരിലൂടെ എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനാജനകമായ അവസ്ഥ, ഒരു ശത്രു നമ്മളെ വഞ്ചിച്ചു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയേക്കാൾ വേദനാജനകമാണ്. കാരണം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, പാല് കൊടുത്ത കയ്യിലേക്ക് തന്നെ വിഷം ചീറ്റി അല്ലെങ്കിൽ കൊത്തി എന്ന്. അത് ഡസൻ കണക്കിന് അനുഭവങ്ങൾ ഈ രാജ്യങ്ങളിൽ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കേൾക്കാൻ കാണാനും സാധിച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വിഷയവും കൂടി ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. കുടുംബ ബന്ധത്തെ ദൃഢമാക്കാൻ കെയറിങ്, ഷെയറിങ്, ക്യൂറിങ് എന്നുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ പരസ്പരം സഹകരിക്കണം, സംരക്ഷിക്കണം, പരസ്പരം നന്മതിന്മകളും സുഖദുഃഖങ്ങളും പങ്കുവെക്കണം. അതിലൂടെ വേദനാജനകമായ അനുഭവങ്ങളെ ഇല്ലാതെയാക്കണം എന്ന നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നമ്മൾ ആരെയാണോ നമ്മൾ സംരക്ഷിക്കാൻ പോകുന്നത് ആ സംരക്ഷിക്കാൻ പോകുന്ന വ്യക്തികളുടെ ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ ഓർമ്മിക്കുക, അവരുമായിട്ടുള്ള ബന്ധനമാകാതെ ഇന്നലെ ചെയ്തതും ഇന്നലെ ചിലത് ചെയ്യാത്തതും
ഇന്നത്തെ പ്രശ്നത്തിന് കാരണമാകാതിരിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇത് പൊതുവെ പറയാൻ കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജുമായിട്ട് സഹകരിക്കുന്ന അനവധി വ്യക്തികൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമുണ്ട്. അവരുടെ എല്ലാം ജീവിതാനുഭവങ്ങൾ 5-10 മിനിറ്റ് നേരിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെ സംസാരിക്കുമ്പോഴോ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ബന്ധുക്കൾ അവരെ ചതിച്ച ആ ചരിതം, കഥയല്ല ചരിത്രം അവർ പറയുന്നത് കേൾക്കാം. എന്നിട്ട് അതിൽ നിന്ന് കരകയറാൻ അനുഭവിച്ച നരകതുല്യമായ യാതനയെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. വളരെ അടുത്ത കാലത്തൊരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി, സാറേ എങ്ങോട്ട് പോകണമെങ്കിലും, മിഡിൽ ഈസ്റ്റിലുള്ളൊരു വ്യക്തിയാണ്, എങ്ങോട്ട് പോകണമെങ്കിലും എന്ത് പർച്ചേസ് ചെയ്യണമെങ്കിലും ഏത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. പണ്ട് അങ്ങനെയല്ല. ഞാൻ തമാശന് ചോദിച്ചു അതെന്താ എന്ന് അങ്ങനെ സംഭവിക്കാൻ കാരണം. അദ്ദേഹം പറഞ്ഞത് 14 കോടി രൂപയുടെ പറ്റിക്കലാണ് എൻ്റെ അനിയൻ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച എൻ്റെ അനിയൻ എനിക്ക് നേരെ വെച്ചത്. അത് മുഴുവനും പരിഹരിക്കാൻ എൻ്റെ ഭാര്യയുടെ സർവസമ്പത്തും വിറ്റ് 14 കോടിയിൽ 8 കോടി കടം വീട്ടി. ഇനിയുമുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ ഭാര്യയാണ്. ഇന്ന് ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിൽ കാരണം അവളാണ് എന്ന് പറയുകയുണ്ടായി. സ്വന്തം രക്തത്തിൽ പിറന്ന വ്യക്തി ഉണ്ടാക്കിയ കടം വീട്ടാൻ ഏതോ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു പെൺകുട്ടി. ഇത് ഒത്തിരി പേരുടെ കാര്യത്തിൽ സത്യമാണത്. അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക ആരെയെല്ലാം സഹായിക്കുമ്പോഴും ആ സഹായത്തിൻ്റെ ഇന്നത്തെ സുഖം നാളത്തെ ദുഃഖമാകാതിരിക്കാൻ പാകത്തിന് അകലം നിശ്ചയിക്കുക. എന്തെല്ലാം സംഭവിച്ചാലും അവനവൻ തന്നെയാണ് ആശ്രയവും. അവനവനെ മറ്റൊരുവൻ പറ്റിച്ചാൽ അവനവൻ്റെ കുറച്ച് സമ്പത്ത് പോയി എങ്കിൽ സാരമില്ല, അത്രയേ സംഭവിച്ചുള്ളൂ എങ്കിൽ സാരമില്ല. വലിയ കടക്കണിയിലും നിയമത്തിൻ്റെ കുരുക്കിലും പെടുത്തി ലീഗൽ ആക്ഷനും ഒരു രാജ്യത്തിൽ കയറാൻ പറ്റാത്ത വിധത്തിൽ ട്രാപ്പ്ഡ് ആവുകയും ചെയ്യുന്ന അനവധി വ്യക്തികൾ ഇന്ന് കേരളത്തിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട്. സ്വന്തം രക്തബന്ധത്തെ സഹായിച്ച ആ വലിയ മനസ്സ് പ്രദർശിപ്പിച്ചതിന്, കാണിച്ചതിന് ഒരു പക്ഷേ അനുജന്മാർക്കോ ബന്ധുക്കൾക്കോ അവരുടേതായിട്ടുള്ള ന്യായമുണ്ടായിരിക്കാം ജ്യേഷ്ഠനെ പറ്റിക്കുന്നതിന് അല്ലെങ്കിൽ സഹായിച്ചവനെ പറ്റിക്കുന്നതിന്. ഏതായാലും ലോകത്തിൽ എല്ലാവരും അവനവനെ ന്യായീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. പക്ഷേ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മുമ്പിൽ, മനസാക്ഷിയുടെ മുമ്പിൽ, ഈ പ്രകൃതിയുടെ മുമ്പിൽ, ഞാൻ ഈശ്വരൻ്റെ മുമ്പിൽ എന്ന് പറയണില്ല, ഈശ്വരൻ ജഡ്ജിയൊന്നുമല്ല, ഈ പ്രകൃതിയുടെ മുമ്പിൽ ഒസാമ ബിൻ ലാദന് അർഹിച്ച ഒരു ശിക്ഷ പ്രകൃതി യോഗ്യരായ മനുഷ്യരെ കൊണ്ട് കൊടുപ്പിച്ചു എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സദ്ദാം ഹുസൈൻ ചെയ്തതിൻ്റെ ശിക്ഷ അദ്ദേഹത്തിന് പ്രകൃതി കൊടുത്തു, ഗദ്ദാഫി ചെയ്തതിൻ്റെ ശിക്ഷ ഗദ്ദാഫിക്ക് കൊടുത്തു, വീരപ്പൻ ചെയ്തതിൻ്റെ ശിക്ഷ വീരപ്പന് പ്രകൃതി കൊടുത്തു. ഒരു പക്ഷേ ആ വീക്ഷണത്തെ വ്യത്യസ്ത രീതിയിൽ വിവരിക്കുന്നവരുണ്ടാവാം, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഒന്നുറപ്പ്, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor. അതിൻ്റെ പകുതി ഇന്ത്യൻ കോൺട്രിബ്യൂഷനും പകുതി സർ ഐസക് ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷനുമാണ്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction എന്നുള്ളത് പാശ്ചാത്യ വീക്ഷണം. അതിനോട് ചേർന്ന് ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ എന്നുള്ളത് ഇന്ത്യൻ വീക്ഷണം. അതുപോലെ ഓർമ്മിക്കുക, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ചില മലയാളികൾ പറയാറുണ്ട്, ഒരു സൂര്യോദയം കൊണ്ട് തീരുന്നതല്ലല്ലോ ലോകം, അതുകൊണ്ട് ഒരു നേട്ടം കൊണ്ട് അവസാനിക്കില്ല ഈ ലോകം. എണ്ണി എണ്ണി ഈ തിന്മ ചെയ്യുന്നവരാരായാലും കണക്ക് പറയേണ്ടി വരും പ്രകൃതിയുടെ മുമ്പിൽ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ളത് പാശ്ചാത്യരുടെ വീക്ഷണമാണ്. സർവൈവൽ ഓഫ് ദി നോബ്ലസ്റ്റ് എന്നുള്ളത് ഭാരതീയ വീക്ഷണമാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണെങ്കിൽ വെറും കൊരങ്ങന്മാരെയും ചില പ്രാകൃതരായ ജനങ്ങളെയും വെച്ച് യുദ്ധം ചെയ്ത രാമനും ലക്ഷ്മണനുമല്ല ജയിക്കേണ്ടിയിരുന്നത്, രാവണനും കുംഭകർണാദികളുമാണ് ജയിക്കേണ്ടിയിരുന്നത്. എന്തേ രാവണൻ ജയിച്ചില്ല? സർവൈവൽ ഓഫ് ദി നോബ്ലസ്റ്റ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിള്. പാശ്ചാത്യ ലോകത്തും അത് തന്നെയാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതൊക്കെ ശാസ്ത്രത്തിന് പറയാം കുറച്ചു കാലം, ശാശ്വതമായിട്ട് അതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് എല്ലാ ജ്യേഷ്ഠാനുജന്മാരോടും എല്ലാ ബന്ധുജനങ്ങളോടും അവരവരുടെ നിഴലിൻ്റെ വലിപ്പം, അവരവരുടെ കാലിൻ്റെ ബലം, അവനവന് താങ്ങാൻ സാധിക്കുന്ന ഭാരം, അതിൽ കൂടുതൽ ബന്ധുക്കൾക്കും സഹോദരന്മാർക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കും വേണ്ടി എടുക്കുമ്പോൾ ഓർമ്മിക്കുക, കൂട്ടത്തിലുള്ളവരെന്നും കൂട്ടത്തിലുള്ളവരാവണമെന്നില്ല. രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു, ഏറ്റവും പ്രിയപ്പെട്ട കൈകേയിക്ക് ദശരഥൻ കൊടുത്ത 2 വരമാണ് ദശരഥന്റെ ഹാർട്ട് അറ്റാക്കിലൂടെയുള്ള മരണത്തിന് കാരണമായത്. നല്ല വ്യക്തിയായിട്ടുള്ള കൈകേയി അവരൊരിക്കലും തിന്മ ചെയ്യില്ലെന്ന് ദശരഥൻ ഉറപ്പായിരുന്നു. പക്ഷെ കൈകേയിയുടെ കൂട്ടുകെട്ട് മന്ദരയായതുകൊണ്ടാണ് കൈകേയി സോമർസോൾട്ട് അടിച്ച പോലെ നെഗറ്റീവിലേക്ക് പോയത് എന്ന് ഓർമ്മിക്കുക. തൻ്റെ മകനെ രാജാവാക്കാൻ ദശരഥന് സാധിക്കാതെ പോയത് കൈകേയിയുടെ കുറ്റം കൊണ്ടല്ല, മന്ദരയുടെ കുറ്റം കൊണ്ടല്ല, രാമന്റെ കുറ്റം കൊണ്ടല്ല. വികാരത്തിനടിമയായി തൻ്റെ ഭാര്യയ്ക്ക് എന്ത് വരം കൊടുത്താലും അവൾ തന്നെ ചതിക്കില്ലെന്ന മുൻവിധിയോ ധാരണയോ ആയിരുന്നു ദശരഥന്റെ സർവനാശത്തിന് കാരണമായത്. ഓർമ്മിക്കുക, സഹോദരന്മാരെ, ബന്ധുക്കളെയും മിത്രങ്ങളെയും സഹായിക്കുമ്പോൾ ഒരു പരിധി വിട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കരുത്. അവനവനും അവനവൻ്റെ കുടുംബത്തിനും ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നമാകും എന്ന് തോന്നുന്ന ഒന്നുമായിട്ടുള്ള ബന്ധനം നിലനിർത്തരുത്. എല്ലാമായിട്ടുള്ള ബന്ധം നിലനിർത്താം, അറ്റാച്ച്മെന്റ് നിലനിർത്താം, ബോണ്ടേജ് അവോയ്ഡ് ചെയ്യണം. ഇത് ഞാൻ പറയാൻ കാരണം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏത് തരത്തില് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെയും ഡെവലപ്പിംഗ് കൺട്രീസിലെ രാജ്യങ്ങളിലെയും സുഹൃത്തുക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാണാനും കേൾക്കാനും സാധിക്കുന്ന അനുഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം ഇന്ന് അടിവരയിട്ട് പറയുന്നു. ആ നാട്ടിൽ ചെന്ന് ഒന്നുമില്ലാതെ സീറോ ആയി ചെന്ന് അവിടെ വളർന്നുയർന്നു വരുന്നവര് തനിക്ക് ലഭിച്ച വേദനയുടെ പ്രതിഫലമായ വളർച്ച തൻ്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ലഭ്യമാകണമെന്ന ആ ഉത്കടമായ ആഗ്രഹം, അവനവന് തണലാകണം, അവനവൻ്റെ കുടുംബത്തിന് തണലാകണം, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തണലാകണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കർമ്മം അവനവന് വരൾച്ചയ്ക്ക്, അവനവന് തളർച്ചയ്ക്ക്, അവനവന് തകർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ നന്മ നിറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് സൂചിപ്പിക്കട്ടെ. അർണോൾഡ് ടോയൻബി പറഞ്ഞൊരു വരിയുണ്ട്, ഫ്രം നൗ ആഫ്റ്റർ 20 years if you look back you will be more disappointed on what you have not done than what you have done. ഒന്നുകൂടി പറയാം, from now after 20 years if you look back
you will be more disappointed on what you have not done than what you have done. ഒരു 20 വർഷത്തിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും നിങ്ങൾ ദുഃഖിക്കുക. എന്തെല്ലാം ചെയ്തു എന്നുള്ളതിനേക്കാളും ദുഃഖിക്കുന്നത് എന്തെല്ലാം ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും. ആ ചെയ്യാത്തത് പലപ്പോഴും സഹോദരന്മാരുമായി സഹകരിച്ച്, ബന്ധുക്കളുമായി സഹകരിച്ച് ബിസിനസ് ആരംഭിക്കുമ്പോൾ നിലനിർത്തേണ്ട അകലം നിലനിർത്താതിരിക്കുന്നത്, അതാണ് പലപ്പോഴും പിന്നീടുള്ള ദുഃഖത്തിന് കാരണമാകുന്നത്. നമ്മളുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സഹോദരന്മാര്, അവരെല്ലാമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ എല്ലാം അതേ രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിലാകട്ടെ. ആദ്യമെല്ലാം അതിന് വിഷമവും ദുഃഖവും തോന്നുമായിരിക്കാം. എൻ്റെ ചേട്ടന് എന്നെ വിശ്വാസം ഇല്ലേ എന്ന് തോന്നുമായിരിക്കാം. ഇയാൾ എന്താ എന്നെ ഇത്രയധികം അവിശ്വസിക്കുന്നത് എന്ന് തോന്നുമായിരിക്കാം. അതൊക്കെ തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. പിന്നീട് ഈ പാല് കൊടുത്ത കയ്യിലേക്ക് കൊത്തു വരാതിരിക്കുമ്പോൾ അവിടെ ആശ്വസിക്കാൻ നമുക്ക് ഇട നൽകുന്ന ഒന്നാണ് വേണ്ടത്ര അകലം. ബിസിനസ് കാര്യങ്ങളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് നിലനിർത്തൽ മാത്രമല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിനുള്ള സഹായം മാത്രം ഇൻഡിപെൻഡൻ്റ് ആയി കൊടുത്ത് മറന്നേക്കണമെന്ന് കൂടി പലരുടെയും ദുഃഖപൂർണമായ അനുഭവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രണാമം, നമസ്കാരം.